ശ്രീഹരിയം ദശകം 2 ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും. സൂര്യതുല്യം കിരീടവും ഗോപിയുള്ള തിരുനെറ്റി, കരുണവഴിയും കണ്ണും മന്ദസ്മിതവും, കുണ്ടലവും കൗസ്തുഭവും വനമാല മുത്തുമാല, ശ്രീവത്സവും ചേർന്ന രൂപം ഭജിക്കുന്നു ഞാൻ. കേയൂരം മംഗതം വളമോതിരവും അണിഞ്ഞോര, കരങ്ങളിൽ ശംഖുചക്രം ഗദാ പത്മവും, പൊന്നരഞ്ഞാണവും മഞ്ഞപ്പൂന്തൂകിലും മിന്നിടും നിൻ പാദപത്മം എന്നുമെനിക്കേകാവലംബം. ത്രൈലോക്യത്തിൽ അത്യുത്കൃഷ്ടം രൂപം അതിമനോഹരം, കാന്തിജന്യം മാധുര്യത്തിൻ മാധുരഭാവം, സൗന്ദര്യത്തിൻ സാരമായി ആശ്ചര്യത്തിൻ ആശ്ചര്യമായി, വിളങ്ങുമാ രൂപമെത്ര കൗതുകകരം. അത്രമാത്രം മധുരമാം ദേവാ നിന്റെ ശരീരത്തിൽ, തൽപരയാം ലക്ഷ്മി ദേവി ചപലയല്ലേ. ഭക്തന്മാരിൽ പോലും സ്ഥിരം വസിക്കാത്ത ഭഗവതി, പ്രേമാദ്രയായി നിന്നരികിൽ ഓടിയെത്തുന്നു. ലക്ഷ്മീപതിയായ ദേവ ഒന്നുകൂടി ചൊല്ലിടാം ഞാൻ, ദേവി എന്നും ജനങ്ങളിൽ ചപല തന്നെ. എങ്കിലും നിൻ ഗീതം പാടും ഭക്തജനമനങ്ങളിൽ, പതിവ്രതയാകും ദേവി വസിച്ചിടുന്നു. മനോജ്ഞമാനന്ദത്തെ നൽകുന്നതാം നിൻ സ്വരൂപം, കേൾപ്പവർ തൻ മനസ്സിനെ ആകർഷിക്കുന്നു. രോമാഞ്ച ശരീരികളായി മാറിയിടുന്നു ഭക്തജനം, കണ്ണുനീരിൽ സ്വയം നനഞ്ഞാനന്ദിക്കുന്നു. കർമ്മജ്ഞാനയോഗത്തെക്കാൾ മോക്ഷം നേടാനെന്നുമെന്നും ഭക്തിയാണു ശ്രേഷ്ഠമെന്നു മാമുനീശ്വരർ. ഉജ്ജ്വല പ്രേമാത്മീകമാം ഭക്തിയോഗം ജനങ്ങൾക്കു അത്യായാസമില്ലാതെന്നും ലഭിച്ചിടുന്നു. നിഷ്കാമമായി കർമ്മയോഗ ധർമാചരണം അസാധ്യം, ബ്രഹ്മജ്ഞാനപദമഹോ ഏറെ ദുഷ്കരം. പ്രേമഭാവം നിറയുന്ന ഭക്തിയെന്നും ശ്രേയസ്കരം, മധുരതരവുമെന്നു അറിയുന്നു ഞാൻ. കർമ്മയോഗമാചരിച്ചു നിർമ്മലരായി തീരുന്നവർ, ഭക്തിമാർഗേ ചരിച്ചു നൽമോക്ഷം നേടുന്നു. യുക്തിമാർഗം കൊണ്ടു ചിലർ ചിത്താദ്രത ലഭിക്കാതെ, നിർഗുണരൂപത്തെ ഹൃദി ധ്യാനിച്ചിടുന്നു. ഭഗവാന്റെ കഥകളെ ശ്രവണം ചെയ്യുക മൂലം, പവിത്രമാം ബ്രഹ്മജ്ഞാനം ലഭിച്ചിടുന്നു. ഭഗവത് ചരണങ്ങളിൽ ഭക്തി നൽകും ചിത്താദ്രത്വം, ഭഗവാനെ എനിക്കെന്നും ലഭിച്ചിടണേ. നാരായണ 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 ഗുരുവാദേശ.